alternating group an. Okay. നമ്മൾ കാണേണ്ടേ ഇപ്പോൾ സെറ്റ് 1 2 എക്സെട്ര n കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ the set of all permutations, ഇത് ഈ സെറ്റിനെ S എന്ന് വിളിക്കുകയാണെങ്കിൽ set of all permutations of S is a group which we denote by Sn, and we call the maybe you may denote it by Sn, which is the symmetric group on n letters. Is that okay? Okay, sir. ഇത് നമ്മൾ കണ്ട കാര്യമാണ്. പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ പെർമ്യൂട്ടേഷൻസ് എന്താണെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മൾ ഗ്രൂപ്പുകളുടെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ പറഞ്ഞ എക്സാമ്പിളാണ്. അതിനകത്ത് നമ്മൾ S3 ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കും. മറ്റൊരു കാര്യം നമ്മൾ പെർമ്യൂട്ടേഷൻസ് പഠിച്ചപ്പോൾ കണ്ട കാര്യം, എവ്രി സിഗ്മ ബിലോങ്സ് ടു Sn can be written as a product of written as a product of disjoint cycles. ഇതും നമ്മൾ കണ്ട കാര്യമാണ്. ഏതൊരു പെർമ്യൂട്ടേഷൻ ബിലോങ്സ് ടു Sn-നെയും നമുക്ക് ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയും. പിന്നെ നമ്മൾ കണ്ട കാര്യം, ഇൻ സച്ച് എ ഡീകമ്പോസിഷൻ ഓഫ് സിഗ്മ, അതായത് സിഗ്മയെ നമ്മൾ പ്രൊഡക്റ്റ് ഓഫ് disjoint cycles of and we have seen another thing. In fact, every sigma belongs to Sn can be decomposed or can be expressed or can be written as a product of transpositions. What was transpositions? A cycle of length 2. Cycle of order 2. Cycles of length 2. Cycles of length 2. Not cycles of order 2, cycles of length 2. Okay. So in such a decomposition of sigma, the number of transpositions is either always even or always odd. Okay? Okay, sir. So a permutation sigma belongs to Sn is called an even permutation if it can be expressed as a product of even number of transpositions. Okay. A4 complete elements എഴുതിയത് കാണാൻ കഴിയുന്നുണ്ടോ? Sir.
Okay, so there will be, these are the 12 elements of A4. So നമുക്ക് 3 cycles, 8 3 cycles ഉണ്ടായിരിക്കും. Then 1 2 into 3 4, 1 3 into 2 4, 1 4 into 2 3, and the identity permutation. In fact, the set of all even permutations, which is a subset of Sn, is not just a subset. It is in fact a subgroup. Because if you multiply two even permutations, or if you take the product of two even permutations, the product is again an even permutation. And obviously identity is an even permutation. And the inverse of an even permutation is again even. കാരണം നമുക്കറിയാം ഒരു ഈവൻ പെർമ്യൂട്ടേഷന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഈവൻ പെർമ്യൂട്ടേഷനെ നമ്മൾ ട്രാൻസ്പോസിഷൻസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതിയിട്ട് അതിന്റെ ഓർഡർ റിവേഴ്സ് ചെയ്ത് എഴുതിയാൽ കിട്ടുന്നതാണ് ആ പെർമ്യൂട്ടേഷന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്പോസിഷൻസിന്റെ ഇൻവേഴ്സ് അവരവർ തന്നെയായിരിക്കും. അപ്പോൾ 1 2 എന്ന ട്രാൻസ്പോസിഷന്റെ ഇൻവേഴ്സ് 1 2 തന്നെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് സെറ്റ് ഓഫ് ഓൾ ഈവൻ പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് Snന്റെ ഒരു സബ് ഗ്രൂപ്പ് ആണ് എന്ന് പറയാനായിട്ട് കഴിയും. ഓക്കെ ഓക്കെ സർ. ഇതിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ആൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് ഓൺ n സിംബൽസ് എന്ന് വിളിക്കും. സോ ഇവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ദ സെറ്റ് ഓഫ് ഓൾ ഈവൻ പെർമ്യൂട്ടേഷൻസ് ഓഫ് Sn is a subgroup of Sn. The set of all even permutations of Sn is called the alternating group on n elements and will be denoted by A. Is that okay? Okay, sir. Okay, sir. Delta 3 എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് by delta 3, what we mean is this. Delta 3 is x1 minus x2 into x1 minus x3 into x2 minus x3. That is what you mean by delta 3. Delta 4 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് is x1 minus x2 into x1 minus x3 into x1 minus x4 into x2 minus x3 into x2 minus x4 into x3 minus x4. Okay, so that is what we mean by delta n. അതാണ് product 1 less than or equal to I less than j less than or equal to xi minus xj എന്നുള്ളത് ഉദ്ദേശിക്കും. ഓക്കെ Okay, sir. നമുക്കൊരു ഈ Snലുള്ള ഒരു പെർമ്യൂട്ടേഷൻ ഈ പോളിനോമിയലിൽ ആക്ട് ചെയ്യുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ പെർമ്യൂട്ടിങ് ദ സബ്സ്ക്രിപ്റ്റ്സ്. അതായത് ഇപ്പോ ഈ ഡെൽറ്റ 4ൽ നമ്മൾ സിഗ്മ എന്ന് പറയുന്നത് 1 3 2 അങ്ങനെയാണെന്ന് കരുതുക. അപ്പൊ അതിന്റെ അർത്ഥം സിഗ്മ 1 എന്ന് പറഞ്ഞാൽ 3 ആണ്, സിഗ്മ 3 എന്ന് പറഞ്ഞാൽ 2 ആണ്, സിഗ്മ 2 എന്ന് പറഞ്ഞാൽ 1 ആണ്, സിഗ്മ 4 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. ഓക്കെ Okay, sir. സർ ഇത് S4-ലാണോ? S4-ലാണ്. S4-ലെ ഒരു എലമെന്റ് ആണ്. കാരണം ഞാൻ ഡെൽറ്റ 4ന്റെ കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ ഓക്കെ സർ. അപ്പോ സിഗ്മ ഓഫ് ഡെൽറ്റ 4 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ
എക്സ് ഈ സബ്സ്ക്രിപ്റ്റിൽ 1-ന് പകരം സിഗ്മ പ്രകാരമുള്ള അതിൻ്റെ ഇമേജ് എഴുതും. അതായത് x1 മൈനസ് x2-ന് പകരം നമ്മൾ എന്ത് എഴുതും? x3 മൈനസ് x1 എന്ന് എഴുതും. x1 മൈനസ് x3-ക്ക് പകരോ x3 മൈനസ് x2. ഓക്കെ. x1 മൈനസ് x4-ന് പകരോ x3 മൈനസ് x4. ഇനി അടുത്തെന്താ? x2 മൈനസ് x3-ക്ക് പകരം എന്ത് വരും? x1 മൈനസ് x2. x2 മൈനസ് x4-ന് പകരം എന്ത് വരും? x1 മൈനസ് x4. x3 മൈനസ് x4-ന് പകരം എന്ത് വരും? x2 മൈനസ് x4 എന്ന് വരും. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ δ4-ഉം സിഗ്മ δ4-ഉം തമ്മിലുള്ള ബന്ധം എന്താ? സെയിം ആണോ? ഓർഡർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓർഡർ ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഈക്വൽ ആണോ എന്ന് എൻ്റെ ചോദ്യം. ഈക്വൽ ആണോ? ഇവിടെ x1 മൈനസ് x2 ഉണ്ട്, ഇവിടെ x1 മൈനസ് x2 ഉണ്ട്, ഇവിടെ x1 മൈനസ് x3 ഉണ്ട്, പക്ഷെ ഇവിടെ x3 മൈനസ് x1 ആണുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ അതിന്റെ എന്താ പറയാ, കുട്ടി പറഞ്ഞ പോലെ തിരിച്ചാണ് എഴുതിയേക്കുന്നത്. ഓക്കെ. ഇവിടെ x1 മൈനസ് x4 ഉണ്ട്, ഇവിടെ x1 മൈനസ് x4 ഉണ്ട്, ഇവിടെ x2 മൈനസ് x3 ഉണ്ട്, പക്ഷെ ഇവിടെ x3 മൈനസ് x2 ആണുള്ളത്. ഓക്കെ. പിന്നെ ഇവിടെ x2 മൈനസ് x4 ഉണ്ട്, അതിവിടെ ഉണ്ട്, x3 മൈനസ് x4 ഉണ്ട്, അത് രണ്ട് സ്ഥലത്തുണ്ട്. അപ്പോ ഈ x1 മൈനസ് x3-ക്ക് പകരം x3 മൈനസ് x1 എന്നും x2 മൈനസ് x3-ക്ക് പകരം x3 മൈനസ് x2 എന്നും വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഇത് മൈനസ് x2 മൈനസ് x3 എന്ന് കാണാം, ഇത് മൈനസ് x1 മൈനസ് x3 എന്ന് കാണാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ഓഫ് ഡെൽറ്റ4ഉം സെയിം തന്നെയല്ലേ? അതെ സർ. ഓക്കെ. അപ്പോൾ ഈ സിഗ്മയുടെ പ്രത്യേകത അനുസരിച്ച് സിഗ്മ ഓഫ് δ4 ഒന്നുകിൽ δ4 തന്നെയായിരിക്കും, അല്ലെങ്കിൽ അത് മൈനസ് δ4 ആയിരിക്കും. ഇപ്പോൾ ഒരെണ്ണത്തിൽ മാത്രമാണ് ആ ചേഞ്ച് ഉള്ളത് എങ്കിൽ നമുക്കത് മൈനസ് δ4 ആണ് കിട്ടുക. ഇപ്പോൾ ഉദാഹരണത്തിന് ടെക്സ്റ്റിൽ ഒരു ഉദാഹരണം കാണിക്കുന്നുണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതായത് ഇതാണ് അതിൻ്റെ എന്താ പറയുക ഒരു ശാസ്ത്രം. i ലെസ് ദാൻ ജെ ആവുമ്പോൾ സിഗ്മ i ലെസ് ദാൻ സിഗ്മ ജെ ആണെങ്കിൽ xi മൈനസ് എക്സ് ജെയും എക്സ് സിഗ്മ ഐ മൈനസ് എക്സ് സിഗ്മ ജെയും ഒരേ സൈൻ ആയിരിക്കും. എക്സാമ്പിൾ എന്താ കൊടുത്തേക്കുന്നത് നോക്കാം. നമ്മളെടുത്ത എക്സാമ്പിളിൻ്റെ കുഴപ്പം. ഓക്കെ. ഇപ്പോൾ δ3 എന്ന് പറയുന്നത് x1 മൈനസ് x2 ഇൻറ്റു x1 മൈനസ് x3 ഇൻറ്റു x2 മൈനസ് x3 ആണെന്ന് കരുതുക. അതാണ് നമ്മുടെ δ3. ഓക്കെ. അപ്പോൾ ഈ 1, 2, 3 എന്ന പെർമ്യൂട്ടേഷൻ നമ്മൾ ഇതിൽ ആക്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ, റിമെമ്പർ, അപ്പോൾ 1-ന്റെ ഇമേജ് 2-ഉം 2-ന്റെ ഇമേജ് 3-യും 3-യുടെ ഇമേജ് 1-ഉം ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന പോളിനോമിയൽ ഇതായിരിക്കും. ആ 1-ന് പകരം 2, 2-ന് പകരം 3, ഇവിടുത്തെ ഈ 1-ന് പകരം 2, ഇവിടുത്തെ ഈ 3-ക്ക് പകരം 1, ഇവിടുത്തെ 2-ന് പകരം 3, ഇവിടുത്തെ 3-ക്ക് പകരം 1. ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെ സർ.